ഇഗ്നോവിനെ പറ്റിയിട്ട് എനിക്ക് എപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട്. ഞാൻ ഒരു പാടില്ലാത്ത സബ്ജക്റ്റ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ കുഞ്ഞിലോട്ട് പഠിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇഗ്നോവിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇഗ്നോവിനെ കുറിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയില് എനിക്ക് കുറെ കമന്റ്സ് വരാറുണ്ട്, കുറെ എൻക്വയറീസ് വരാറുണ്ട്. ഇപ്പം ഇതിൽ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ, അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ DMs വരാറുണ്ട്. അപ്പം കുറെ പേർക്ക് കുറെ സംശയങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ ഇൻസ്റ്റയില് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇഗ്നോവിന്റെ കാര്യങ്ങൾ അറിയാം, എല്ലാം അങ്ങനെ അറിയാം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ഞാൻ കഴിഞ്ഞതിനകത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യം. ഫസ്റ്റ് കുറെ പേര് ചോദിക്കുന്ന അഡ്മിഷന്റെ കാര്യമാണ്. ഞാൻ ഫസ്റ്റ് അക്ഷയയിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ പേയ്മെന്റ് ഉണ്ട് നമുക്ക്. പേയ്മെന്റ് ഓരോ സബ്ജക്റ്റിനും ഓരോന്നായിരിക്കും. അത് കൃത്യം എത്രയാണെന്നുള്ളത് ചോദിച്ച് അവിടെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന കോഴ്സിന് ഇത്ര രൂപയാണെന്നുള്ളത് അതിൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കായിട്ടും കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈൻ മതി, അതായത് സോഫ്റ്റ് കോപ്പി മതിയെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടും കിട്ടും. അതേപോലെ നിങ്ങൾക്ക് രണ്ടും വേണ്ടെങ്കിൽ രണ്ടും വേണ്ട, അത് നമുക്ക് ഓൺലൈനിൽ അല്ലാതെ ഇഗ്നോയുടെ സൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിന്റെയും പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതും നമുക്ക് നോക്കി എടുക്കാം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനൊക്കെ റേറ്റ് ആവും. കറക്റ്റ് ഞാൻ എത്രയെന്ന് ഓർക്കുന്നില്ല. ഓരോ ഇയറിലും നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് ഒരു തവണ രജിസ്റ്റർ ചെയ്യും. പിന്നെ ഓരോ ഇയറിലെ എന്ത് ചെയ്യും നമ്മള്, അല്ലെങ്കിൽ സെം വൈസ് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ചെയ്യും. ഒരു ഇയറിലേക്കാണ് നോർമലി നമ്മൾ ചെയ്യണം സെം രജിസ്ട്രേഷൻ, അല്ല രജിസ്ട്രേഷൻ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യം, എത്ര രൂപയാണ് ഒരു സബ്ജക്റ്റിന് എക്സാം എഴുതുന്നതിന് 200 രൂപ വെച്ചിട്ടാണ്. അപ്പം എത്ര എക്സാം നിങ്ങൾ എഴുതുന്നോ അത്ര എക്സാം ആ ഒരു രീതിക്കാണ് വരുന്നത്. ബികോമിന്റെ കേസാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളതിന് എത്ര രൂപയാണെന്നുള്ളത് എനിക്കറിയില്ല. ബികോമിന് ഒരെണ്ണത്തിന് 200 രൂപ. പിന്നെ ഓരോന്നിന്റെയും വ്യത്യാസമായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു ചോദ്യം ചോദിച്ചത് എക്സാം സെന്ററിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്റെ എന്ന് വെച്ചാൽ ബികോമിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതിനകത്തില് റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം ആണ്, അതേപോലെ എക്സാം സെന്റർ കൊല്ലമാണ്. പക്ഷെ കൊല്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്തെ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു തവണ നമ്മൾ ആ പർട്ടിക്കുലർ ടൈമിന് നടക്കുന്നത്, അതായത് ഇപ്പൊ ജൂൺ ജൂലൈ എക്സാമിനാണെങ്കിൽ ആ മാസം, അല്ല ഡിസംബറിലായ എക്സാം, അതിന് മൊത്തത്തിനും കൂടി നമുക്ക് ഒരു സെന്ററെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത തവണ വേണമെങ്കിൽ നമുക്ക് വേറെ സെന്റർ ആക്കാം. പക്ഷെ ഒരു എക്സാമിന് വേണ്ടി വേറൊരു സെന്റർ, ഒരു എക്സാമിന് വേണ്ടി വേറൊരു സെന്റർ, അതായത് ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റൂല. ഒരെണ്ണം വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും എഴുതുന്നത്. പിന്നെ ഞാൻ വെക്കുന്നത് കൊല്ലം SM കോളേജ് ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചില സബ്ജക്ട്സിന് പ്രോജക്റ്റ് ഉണ്ട്, വൈവ ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. അത് ഓരോ സബ്ജക്റ്റിന്റെ രീതിയിലാണ്. ബികോമിന് എന്തായാലും ഈ മാതിരി കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൈക്കോളജി, അവർക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർക്കപ്പൊ പ്രാക്ടിക്കൽ നടന്നത് നമ്മുടെ മാറിവാനിയേഴ്സിലാണ്, ട്രിവാൻഡ്രത്ത്. അപ്പൊ പിന്നെ പ്രോജക്റ്റിന്റെ ഒക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇവിടെ അടുത്തവിടെയായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പൊ ഓരോ ജില്ലയിലുള്ളവർക്ക് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ എക്സാം സെന്റർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. എക്സാമിന് ടൈം ഒക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെ 2 മണിക്കും രാവിലെ 10 മണിക്കും. ആ ഒരു ഷിഫ്റ്റ് അനുസരിച്ചാണ് എക്സാംസ് അവർ നടത്തുന്നത്. പിന്നെ അത്യാവശ്യം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് ഞാൻ എവിടെയാന്ന് വെച്ചാൽ, എനിക്കൊരു ചേട്ടന്റെ നമ്പറുണ്ട്. എനിക്കുള്ള ഞങ്ങളുടെ ബാച്ചിൽ ഫുൾ എല്ലാവർക്കും ഒരു നമ്പർ, ആ ഒരു ചേട്ടന്റെ നമ്പറുണ്ട്. അതേപോലെ നമുക്ക് ബികോമിനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്നും കൂടിയാണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അപ്പം ആ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരും. അതേപോലെ ഇപ്പൊ ഞാൻ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. റീവാലുവേഷന്റെ കാര്യങ്ങൾ നോക്കുന്ന ആ ചേട്ടനാണ്. ചേട്ടൻ അപ്ലൈ ചെയ്യും. അപ്പോ 10 രൂപ എന്തോ ആണ് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നി, എനിക്ക് അറിഞ്ഞൂടാ. അത് ചേട്ടന് ചെയ്യുന്നതിനുള്ള ചാർജാണ്. അപ്പൊ അതുപോലെ കുറെ ഗ്രൂപ്പ്സും ഒക്കെ കിട്ടും. ആ ചേട്ടന്റെ ഇടയ്ക്കൽ തന്നെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും, അതായത് അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് കിട്ടും, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഗ്രൂപ്പിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു പിന്നെ പുതിയ അഡ്മിഷൻ എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ജൂലൈയിലെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. അതായത് 2 ബാച്ചാണ് നമുക്ക് വരുന്നത്, ജൂലൈ ആൻഡ് ഡിസംബർ ബാച്ച്. ജൂലൈയിലെ എക്സാമിന്റെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ബാച്ചിന്റെയാണ്. അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഡിസംബറിലെ എക്സാമിൻസിനുള്ള അസൈൻമെന്റിന്റെ ഡേറ്റ് ഒന്ന് നീട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് അസൈൻമെന്റ് വെക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് പഠിക്കുന്ന കാര്യമാണ്. പഠിക്കുന്ന കാര്യം
പുസ്തകം മുഴുവൻ പഠിക്കുന്നവരുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം പഠിക്കുന്നവരുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് മാത്രം അത് മാത്രം പഠിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറെ യൂട്യൂബിൽ തന്നെ കുറെ ഫ്രീ ക്ലാസ്സസ് കിടപ്പുണ്ട്. ഞാൻ പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഞാനും എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. യൂട്യൂബിൽ കുറെ ഫ്രീ ക്ലാസ്സസ് നടപ്പുണ്ട്. അപ്പൊ ആ ഫ്രീ ക്ലാസ്സസ് എല്ലാം ഞാൻ കാണും, എക്സാം എടുക്കുമ്പോ കാണും, അത് കാണും. പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ നോക്കും, മെയിൻ ആയിട്ട് നോക്കുന്നതാണ്. പിന്നെ അതാത് വർഷത്തെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കും. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിക്കാത്ത ഒരു എക്സാംസും ചുരുക്കമാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അസൈൻമെന്റിൽ നിന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും അസൈൻമെന്റ്, അതായത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ചോദിച്ചിരിക്കുന്നത് പാടാണോന്ന്. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ പാടുണ്ട്. പിന്നെ പാടില്ലാതാക്കുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് BA ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ കോഴ്സാണ് അത് എടുത്തത്, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്നാണ്. അപ്പം അവിടുത്തെ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ സെന്ററിൽ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്റെ സെന്റർ TVM ആണ്, എനിക്ക് കൊല്ലം SN കോളേജ് വെക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ എക്സാം സെന്റേഴ്സും നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ റീജിയണൽ സെന്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, പക്ഷെ എക്സാം സെന്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ ISR നിന്ന ടൈമിലാണ് എക്സാം എഴുതിയത്, അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ പാളയത്താണ്. പിന്നെ ബാക്കി 2 സെമ്മും ഞാൻ SN കോളേജിലാണ് എഴുതിയത്. ഇത്തവണ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഇപ്പോഴും, പക്ഷെ ഞാൻ എക്സാം സെന്റർ വെച്ചത് കൊല്ലത്താണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ BCA ഫസ്റ്റ് സെം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വൈവയുടെ എക്സാം ഉണ്ടോ, വൈവ വോയ്സ് ഒക്കെ ഉണ്ടോ എന്നാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാത്തിനും ഈ പറയുന്ന പോലെ വൈവയോ അല്ലെങ്കിൽ പ്രാക്ടിക്കലോ ഒന്നും ഇല്ല. അതൊക്കെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സൈഡിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് അവര് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നെ പാടാണോ ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പാടാണോ എന്ന് ചോദിച്ചാ പാടില്ലാത്ത സബ്ജക്റ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ കുഞ്ഞിലോട്ട് പഠിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള പാടുണ്ട്. ചിലർക്ക് ചിലത് ഈസി ആയിരിക്കും, ചിലർക്ക് ഇതായിരിക്കും. എന്റെ കൂടെ പഠിച്ച കുറെ പേർക്ക്, എനിക്ക് അക്കൗണ്ടൻസി പൊതുവെ ഞാൻ ബാക്കിലോട്ടാണ്, പക്ഷെ എങ്കിൽ കുറച്ച് പേർക്ക് ഇംഗ്ലീഷാണ് പാട്, കുറച്ച് പേർക്ക് അല്ലാത്ത സബ്ജക്റ്റ് ആണ്. അപ്പം അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ ചില പേപ്പേഴ്സിന്റെ ഒക്കെ മാത്സ് വരുന്നതൊക്കെ ഞാൻ തിയറി വെച്ച് ജയിച്ച ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തിയറി വെച്ച് ജയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ തിയറി വെച്ച് മാത്രം ജയിക്കാം, അല്ലാതെ പഠിക്കുന്നെങ്കിൽ എനിക്ക് മൊത്തത്തിൽ പഠിക്കണം. പിന്നെന്താ, ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നിനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, പിന്നെ കുറെ പേര് ചോദിച്ചത്, ഞാൻ ആ പറഞ്ഞ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ ആ ചേട്ടനിലേക്ക് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഡിസംബറിലോട്ടാണ് അഡ്മിഷൻ ഉള്ളത്, കാരണം ജൂലൈ ബാച്ചിന്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എന്താ ഉള്ള, ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു വട്ടത്തരം വിളിച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരാം.